പുലരിയിലെ സൂര്യകിരണങ്ങൾ പൊന്നമ്പലമേട്ടിലേക്ക് പതിക്കുന്ന നേരം പുണ്യം തേടി ആയിരങ്ങളാണ് 18-ാം പടി ചവിട്ടാൻ കാത്തു നിൽക്കുന്നത്. അവധി ദിവസമായി ഇന്ന് 70,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെങ്കിലും തിരക്കിന് നേരിയ കുറവുണ്ട്. ദർശന സമയം നീട്ടിയതാണ് തിരക്ക് കുറയാൻ കാരണമെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ പറഞ്ഞു. വിശദാംശങ്ങളുമായി കണ്ണൻ നായർ ചേരുകയാണ് സന്നിധാനത്ത് നിന്നും. ഗുഡ് മോർണിംഗ് കണ്ണൻ നായർ. ഇന്നും തിരക്ക് ഉണ്ട് എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ ക്യൂ മുന്നോട്ട് പോകുന്നു, തിക്കും തിരക്കും അനുഭവപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് നിന്ന് വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഇല്ല എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഭക്തർക്ക് സുഖദർശനം ഉറപ്പാകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പങ്കുവെക്കാനുള്ളത്. ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ വലിയ രീതിയിൽ തിക്കും തിരക്കും ഈ സമയങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു തിക്കും തിരക്കും ഇവിടെ ഇല്ല. കാര്യം ദർശന സമയം 18 മണിക്കൂറാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പുലർച്ചെ 3 മണിക്ക് എത്തുന്ന ഭക്തരെ പെട്ടെന്ന് തന്നെ ദർശനം പൂർത്തിയാക്കി തിരിച്ച് താഴെ പമ്പയിലേക്ക് ഇറക്കുന്ന ഒരു രീതിയാണ് പോലീസ് അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭക്തർക്ക് വളരെ സാവധാനത്തിലെത്തി അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്നത്. മുൻവർഷങ്ങളിലൊക്കെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാവേണ്ടതാണ്. ഇന്നലെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞും വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഇന്നും വലിയ തിരക്കില്ലാത്തൊരു സാഹചര്യമാണ്. ഒപ്പം തന്നെ 70,000-ലധികം ആൾക്കാർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുമുണ്ട്. അവരെല്ലാം തന്നെ ദർശനം നടത്തുന്നുമുണ്ട്. ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദർശന സമയം നീട്ടിയതും ഒപ്പം തന്നെ 18-ാം പടിയിൽ നിന്ന് അയ്യപ്പന്മാരെ ഏതാണ്ട് ഒരു മിനിറ്റിൽ 80 മുതൽ 85 അയ്യപ്പന്മാരെയാണ് കയറ്റിവിടുന്നത്. ആ ഒരു കാര്യം കൊണ്ടുകൂടി തന്നെയാണ് ഈ ഭക്തന്മാരുടെ തിരക്ക് നമുക്ക് ഒരു ദൃശ്യമാകാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനാൽ കൂടുതൽ ഭക്തരെത്തി ഇവിടെ ദർശനം നടത്തി മടങ്ങുന്നുമുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് ശ്രീകോവിൽ നട തുറന്നു. അതിനുശേഷം നെയ്യഭിഷേകം, പിന്നീട് ഇപ്പോൾ അല്പസമയത്തിനുള്ള ഉഷപൂജയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ആ സമയത്ത് ഭക്തരെ സോപാനത്തിന് മുന്നിൽ നിയന്ത്രിക്കാൻ, ഫ്ലൈ ഓവറിൽ നിയന്ത്രിക്കും. കാര്യം ആ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാകില്ല. പിന്നീട് ഒരു 7:45 കൂടി അല്ലെങ്കിൽ 7:50 കൂടിയായിരിക്കും ദർശനം ഉണ്ടാകുക. ഇപ്പോൾ കൂടുതലായി സാധാരണ വൃശ്ചിക മാസത്തിൽ ആ തുടക്കത്തിലൊക്കെ തന്നെ മലയാളികളായിട്ടുള്ള അയ്യപ്പന്മാരായിരുന്നു എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാർ എത്തുന്നു എന്നുള്ളതാണ് കാര്യം. വെർച്വൽ ക്യൂ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ദർശനം സാധ്യമാകില്ല എന്നുള്ള ഒരു ടോക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആൾക്കാർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാരൊക്കെ തന്നെ നേരത്തെ എത്തുന്നതെന്നാണ് നമുക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒപ്പം വലിയ അപ്പം അരവണ വിൽപ്പനയിലും വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി ആദ്യത്തെ ദിവസത്തെ അത് സംബന്ധിച്ചൊരു കണക്ക് നമുക്ക് ലഭ്യമാകും. നിലവിൽ വലിയ തിരക്കില്ലാതെ സുഖദർശനം പൂർത്തിയാക്കി ഭക്തർ മടങ്ങുന്ന ഒരവസ്ഥയാണ് സന്നിധാനത്തുള്ളത്. ശരി കണ്ണൻ നായർക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞായറാഴ്ചയാണ്, ഭക്തജന തിരക്ക് ഉണ്ടെങ്കിൽ പോലും 70,000 പേരാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നില്ല. സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നു എന്നാണ് കണ്ണൻ നായർ വിശേഷമായി പങ്കുവയ്ക്കുന്നത്.